ഓ നമോ ഭഗവതേ വാസുദേവായ. അത് അഷ്ടമോധ്യായക. ഈ അധ്യായത്തിൽ വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മ ഉണ്ടായതിൻ്റെ വിവരണം. മൈത്രേയുവാച തത്സേവിനിയോ ബധപൂർവം സോ യല്ലോകപാലോ ഭഗവത് പ്രധാനക ബഭുവിദേഹ അജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ ഭീഷ്ണം. സോകം നൃണാം ചുല്ലസുഖായ ദുഃഖം മഹദ്ഗദാനാം വിരമായ തസ്യേ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാൽ ഭഗവാൻ ഋഷിഭ്യഃ ആസീനാമൂർവ്യാം ഭഗവന്തം ആദ്യം സംഘർഷണദേവം അഹുണ്ടസത്വം വിവിത്സവസത്വമതപരസ്യേ കുമാരമുഖ്യാ മുനയന്ന പൃച്ഛന് സ്വമേവ ധീഷ്ണ്യാം ബഹുമാനയന്തം യം വാസുദേവാവിധം ആമനന്തി പ്രത്യഗ്ഷാംബുജകോശമേഷത് ഉന്മീലയന്തം വിവിധോദയായ സോർധിന്യധാദ്രേ സോ ജടാകലാഭൈ ഉപസ്പൃശന്ത ശരണോപധാനം പത്മം യദർച്ചന്തി അഹിരാജകന്യാഃ സാ പ്രേമനാനാ ബലിഭിർവരാർത്തഃ മുഹുർഗൃണന്തോ വതസാനുരാഗ സകലത്പദേനാസ്യ കൃതാനി തജ്ഞാഃ കിരീടസാഗസ്ര മണിപ്രവേഹ പ്രദ്യോതിതോദ്ധാമ ഫണാസഹസ്രം പ്രോത്തം ഗിലേദേർഭവത്തമേന നിവർത്തിധർമാവിരുദ്ധായ തേന സനത്കുമാരായ സചാഹഭൃഷ്ടൈഃ സംഖ്യായനായ അംഗധൃതാവ്രതായ സാഖ്യായന പാരമഹംസ്യമുഖ്യാഃ വിവക്ഷ്യമാണോ ഭഗവദ്വിഭൂതിഃ ജഗാദദോസ്മദ്ഗുരുവേ അന്വിതായ പരാശരയാദ ബൃഹസ്പതേ ച പ്രോവാചമഹ്യം സ ദയാലുരുക്തഃ മുനിപുലസ്തേന പുരാണം ആദ്യം സോഹം തവേദേത് കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യം അനുവ്രതായ ഉദപ്ലുതം വിശ്വമിദം തദാസി യന്നിദ്രയാമീലിതദൃങ്നിമീലിയത് അഹീന്ദ്രതൽപോവേതി ശയാനി ഏകഃ കൃതക്ഷണ സ്വ ആത്മരഥോ നിരീഹഃ സോഹന്ത ശരീരേ അർപ്പിതഭൂതസൂക്ഷ്മഃ കാലാത്മികാം ശക്തി ഉദീരയാണഃ ഉവാസ തസ്മിൻ സലിലേ പദേസോ യദാനലോ ദാരുണിരുദ്ധവീര്യഃ ചതുർയുഗാനാം ച സഹസ്രമപ്സു സ്വബൻസയോധീരിധയാ സ്വശക്യാ കലാഖ്യയാ ആസാദിതകർമ്മതന്ത്രഃ ലോകാനബീദാൻ ദർശേ സ്വദേഹി തസ്യാർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടൈഃ അന്തർഗതാർത്ഥോ രജസാ തനീയാൻ ഗുണേന കാല അനുഗതേന വിദ്ധഃ സൂക്ഷ്യാംസസ്തദാ വിദ്യേത നാഭിദേശാത് സാ പത്മകോശഃ സഹസ്രോദധിഷ്ഠാത് കാലേന കർമ്മ പ്രതിബോധനേന സോരോജിഷാത് സൽസലിലം വിശാലം വിദ്യോദയന്നർക്ക ഇവാത്മയോനിഃ തല്ലോകപത്മാം സഹുയേവ വിഷ്ണുഃ പ്രാവീവിശർസർവഗുണാവഭാസ തസ്മിൻ സ്വയം വേദമയോ വിദാത സ്വയം ഭുവം യസ്മ വദന്തി സോബുദ് തസ്യാം സചാംബോരുഹകർണികായാം അവസ്ഥിതോ ലോകം അപശ്യമാനഃ പരിക്രമൻ വ്യോമനി വിവർത്തനേത്രാഃ ചത്വാരി ലേഭി അനുദിശം മുഖാനി തസ്മായുഗാന്ത ശ്വസനാവകൂർണ ജലോർമി ചക്രാസലിലാഭിരൂഢം ഉപാശ്രിത കഞ്ചമുലോകതത്വം ആത്മാനമന്ദ അവിദത് ആദിദേവക കായേഷ യോസോ അഹമംജഭൃഷ്ട ഏതർക്കുതോ വാബ്ജം അനന്യദപ്സു അസ്തിഃ അധസ്തദാദീഹ കിഞ്ചനൈതത് അധിഷ്ഠിതം യത്ര സദാനുഭാവ്യം സായുക്തം ഉദ്ദിശ്യ തദബ്ജനാളാ നാഡീഭി അന്തർജലമാവിവേശ നാർവഗലാസ്തത് ഹരനാളനാള നാഭീം വിജിന്നസ്തദ് അവിന്ദരാജക തമസ്യ പാരേ വിദുരാത്മസർഗം വിജിന്യനദോഭൂ സുമുഖാം സൃണേഭിഃ യോ ദേഹബാധാം ഭയമീരയാണക പരിഷിണോദായു അജസ്യ ഹേദിഃ
तदो निवृत्तया प्रतिलब्धकामग सोऽधिष्णामासाद्य पुनं स देवाः सनर्जितश्वास निवृत्तचित्तः यशिदद् आरूढसमाधियोगः कालेन सोज पुरुषायुषाभि प्रवृत्तयोगेन विरूढबोधग स्वयं तत् अन्तर्हृदेव बालम् अपश्यदा पश्यत यन्न पूर्वं सर्वत्र गोविन्दनाथनं गोविन्द गोविन्द कालेन सोज पुरुषायुषाभि प्रवृत्तयोगेन विरूढबोधग स्वयं तद् अन्तर्हृदेव बालम् अपश्यदा पश्यत यन्न पूर्वम् मृणालगौरायदशेषभोग पर्यङ्गयेगं पुरुषं शयानं फणारपत्रायुधमूर्धरत्ना दुम्बेर्हलादान्दयुगान्ततो ये प्रेषांसि बन्धं हरिताफलेद्रहि सन्ध्याप्रतिवेरुरुक्ममूर्धनः रत्नोरदौरौषधि सौमनस्य वनस्रजो वेणुभुजाङ्घ्रिपाङ्गैः आयामदो विसरद स्वमान देहेन लोकत्रया सङ्ग्रहेण विचित्रदिव्याभरणां शुकानां कृदर्शयाभाश्रितवेषदेहं पुंसां स्वकामाय विविक्तमार्गैः अभ्यर्चनाङ्गामदुःखाङ्घ्रिपद्मां प्रदर्शयन्तीं कृपया नहेन्दु मयूरभिन्नाङ्गुलिचारुपत्रम् मुहेन लोकार्तिहरस्मिदेन परिस्फुरकुण्डलमण्डितेन श्रोणायुधेन धरबिम्बभासा प्रत्यर्हयन्तं सुनसेन शुभ्रोः कदम्बकिञ्जल्कपिशङ्गवाससा स्वलङ्कृतं मेघलया निधम्बे हारेण चानन्दधनेन वल्स श्रीवत्सवक्षस्थलवल्लभेन पराढकेयूरमणिप्रवेह पर्यस्तदोर्दण्डसहस्रशागम् अव्यक्तमूलं भुवनाङ्घ्रिपेन्द्रम् अहीन्द्रभोगै अधिवीतवल्सम् चराचरो को भगवन्महीन्द्रं महीन्द्रबन्धुं सलिलोपगूढं किरीटसागस्रहिरण्यशृङ्गम् आविर्भवत्कौस्तुभरत्नगर्भम् निवेदमात्मनया मधुव्रतश्रिया स्वकीर्तिमया वनमालया हरि सूर्येन्दुवायु अग्नियागमं त्रिधामिभिः परिक्रम प्राधानिकेर्दुरासदम् तर्हि एव तन्नाभिसरसरोजम् आत्मानमम्ब स्वसनं वियच्छ ददर्श देवो जगदो विधाद नाद परं लोकविसर्गदृष्टिः सा कर्मबीजं रसोपरक्तः प्रजासृक्षण्यदेव दृष्ट्वा अस्तौदात् विसर्गा अभिमुखतमीड्यम् अव्यक्तवर्मिणी अभिवेशितात्मा श्रीहरे नमः इति श्रीमद्भागवते महापुराणे तृतीयस्कन्धे अष्टमोऽध्यायः श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द जय सद्गुरुनाथ महाराज की जय।